ഹലോ ഫ്രണ്ട്സ്, ആയുർസിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ഓർഗാനിക് പാവയ്ക്കയുടെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ വീട്ടിൽ കുറച്ച് പാവയ്ക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് വിളവായപ്പോൾ ഞങ്ങൾ കുറച്ച് എടുത്തപ്പോൾ അതിൽ മൂത്ത പാവയ്ക്കകളുണ്ടല്ലോ, അതിൽ ചിലതൊക്കെ ഇങ്ങനെ പഴുപ്പ് വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. കുറേ നല്ല പച്ചയുണ്ടായിരുന്നു, പക്ഷേ ചിലതൊക്കെ ഇങ്ങനെ പഴുപ്പ് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങളെപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ ഇതിനെ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനായിട്ട് പാവയ്ക്ക ഇങ്ങനെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ ശേഷം ആണ് നമ്മൾ ഉണക്കാൻ വെക്കുന്നത് കേട്ടോ. പാവയ്ക്ക ഇപ്പോൾ ഷുഗർ പേഷ്യൻസൊക്കെ വീടുകളിലുള്ളവർ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ പാവയ്ക്ക പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ. പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും, പാവയ്ക്ക കൊണ്ടാട്ടം വറക്കും. അത് തന്നെ പാവയ്ക്ക അരിഞ്ഞിട്ട് നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുക്കും. അങ്ങനെ കുറേ പരിപാടികൾ ഈ പാവയ്ക്ക വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇത് വൃത്തിയാക്കിയൊക്കെ എടുത്തു. ഇതുപോലെ എടുത്തിട്ട് വെയിൽ കൊള്ളിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഉണക്കാനായിട്ട് വെക്കുവാണ്. അപ്പം നല്ല വെയിലാട്ടെ. ഏകദേശം ഒരു 11:30 ആ ഒരു സമയം ആയപ്പോഴേക്കും ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ അത് ഒരു ട്രേയിലേക്ക് ഇട്ടു. നമ്മൾ അതിനെ ഒന്ന് ഉണക്കാമെന്ന് വെച്ച് ഇട്ടു കേട്ടോ. അങ്ങനെ ഇത് നല്ല രീതിയിൽ ആ ഒരു വെയിലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോഴത്തെ ഈ ഒരു 11 മണിയാകുമ്പോഴേക്കും ഉള്ള വെയിലെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കടുത്ത വെയിലാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇടുമ്പോൾ തന്നെ വാടി വരും, അത്രയ്ക്ക് വെയിലാണ്. അപ്പോൾ 2 ദിവസത്തെ ഒരു ഉണക്കുണ്ടായിരുന്നു ഇതിന്. അങ്ങനെ ഒരു ആദ്യത്തെ ദിവസം ഇങ്ങനെ വെയിൽ കൊള്ളിച്ചു ഈ ഒരു രീതിയിലായി. അപ്പോൾ ഒരുവിധം വൈകുന്നേര സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ പാകമൊക്കെ മാറി കേട്ടോ. ഇത് കുറച്ചുകൂടിയൊക്കെ മങ്ങിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാവയ്ക്ക അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾക്ക് കൊണ്ടാട്ടം വറക്കാമല്ലോ. അപ്പോൾ ആ ഒരു പാകത്തിലേക്ക് ഉണക്കിയെടുക്കാമെന്നാണ് കരുതിയത്. പിന്നെയും ഉണക്കുണ്ട്. അപ്പോൾ അതിന് വീണ്ടും ഒരു ദിവസം കൂടി ഉണക്കി കഴിഞ്ഞപ്പോഴേക്കും 3-ാമത്തെ ദിവസമാട്ടോ ഇത്. ഈ രീതിയിൽ പാവയ്ക്ക കിട്ടി. അപ്പോൾ ഇങ്ങനെ നല്ല പാകത്തിന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്. ഈ രീതിയിൽ ഇതുപോലെ നമ്മൾ പയറൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റും, മുളക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് ഇടയ്ക്കെടുത്ത് കഴിക്കാമല്ലോ. നല്ല ടേസ്റ്റാണ് ഈ സംഭവം. നമ്മൾ കൊണ്ടാട്ടം വറുത്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുക, വറുത്തെടുത്ത് കഴിക്കാം, മസാല ചേർക്കാം, മുളക് പൊടി ചേർക്കാം. പല രീതിയിൽ വ്യത്യസ്തങ്ങളായ രുചികളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഇതുപോലെ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ വ്യത്യാസം. അങ്ങനെ ഞാൻ ഇതിനെ എടുത്തൊരു ചെറിയ ബോട്ടിലാക്കി ഫൈനൽ സ്റ്റേജിൽ നമ്മുടെ പാവയ്ക്കയുടെ ലുക്ക് കണ്ടോ, ഇതുപോലെയാക്കി ഒരു ബോട്ടിലേക്ക് അങ്ങ് വെച്ചു. അപ്പോൾ ഇനി നമ്മുടെ ഇഷ്ടം പോലെ എടുത്തിട്ട് ഫ്രൈ ചെയ്യുകയോ എന്താ വെച്ചാൽ ചെയ്ത് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആയുർസിദ്ധിയുടെ മറ്റ് വീഡിയോസ് കാണുക. താങ്ക്